പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. കർത്താവിൽ അനുഗ്രഹീതരെ, ജൂൺ മാസം 16-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നാം ആചരിക്കുന്ന ശ്ലീഹാ നോമ്പിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിലാണ് നാം. കഴിഞ്ഞ 2 ദിവസങ്ങളായി നാം ശ്ലീഹാ നോമ്പിനെ പറ്റിയുള്ള ചിന്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ ധ്യാന ചിന്തകൾ ആരംഭിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. യേശുക്രിസ്തുവിൻ്റെ ഉപവാസത്തെപ്പറ്റിയും അതേ തുടർന്ന് നടന്ന സാത്താൻ്റെ പ്രലോഭനത്തെപ്പറ്റിയും വായിക്കുന്ന ഭാഗമാണത്. ശ്ലീഹാ നോമ്പിൽ നാം ശ്ലീഹന്മാരെ അനുസ്മരിക്കുകയും അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും നമ്മുടെ ജീവിതത്തെ അവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുകയും എവിടെയെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നടത്തുകയും ചെയ്യുവാനൊക്കെയുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യം നാം മനസ്സിലാക്കിയത്, ശ്ലീഹാ നോമ്പ് എന്ന് പറഞ്ഞാൽ കേവലം ശ്ലീഹന്മാരെ ഓർക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരുടെ പേരിൽ ഓരോ ദിവസം ഇങ്ങനെ റിസർവ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന രീതി അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതൊരു പോസ്റ്റ് പെൻഡിക്കോസ്റ്റൽ ഫാസ്റ്റാണ്. വേദപുസ്തകത്തിലെ വിവരണങ്ങളിൽ പ്രകാരം പെന്തിക്കോസ്തിക്ക് ശേഷം ആരംഭിച്ചിരുന്ന ഒരു നോമ്പാണിത്. പിന്നീടത് ശ്ലീഹന്മാരുടെ പെരുന്നാളുകളോടനുബന്ധിച്ച് അത് ആക്കി തീർത്തെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഒരു പോസ്റ്റ് പെന്തിക്കോസ്റ്റൽ ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ നോമ്പിനെ ശ്ലീഹന്മാരുടെ നോമ്പ് എന്ന് വിളിക്കുന്നതിനേക്കാൾ കുറെ അനുയോജ്യം പരിശുദ്ധാത്മാവിൻ്റെ നോമ്പ് എന്ന് പറയുന്നതാണ്. നമുക്ക് സഭയിൽ 5 കാനോനിക നോമ്പുകളാണുള്ളത്. 1 വലിയ നോമ്പ്, 2 എൽദോ നോമ്പ്, 3 ഷൂനോയോ നോമ്പ്, മാതാവിൻ്റെ നാമത്തിലുള്ള നോമ്പ്, 4 ശ്ലീഹാ നോമ്പ്, 5 3 നോയമ്പ്. ഈ 5 നോമ്പുകളിൽ പരിശുദ്ധ തൃത്വത്തെ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് ആ ഒരു സ്നേഹത്തെ ഉൾക്കൊള്ളുന്ന സമയങ്ങളാണ്. പ്രത്യേകിച്ചും വലിയ നോമ്പിൽ നമ്മൾ ചെയ്യുന്നത് യേശുക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹത്തെ ഓർക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ വ്യാപാരത്തെ നമ്മൾ കൂടുതലായി ധ്യാനിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ നോമ്പ് പിതാവിനെ ഓർക്കുന്നതാണ്. പിതാവിൻ്റെ ലോകത്തോടുള്ള സ്നേഹം, അതുകൊണ്ടാണല്ലോ പുത്രനെ നമുക്ക് തന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ഓർക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു നോയമ്പ് ഇവിടെ ഇല്ലെന്നുള്ളത് ഓർക്കണം. പിതാവിൻ്റെ സ്നേഹത്തെ നമ്മൾ അംഗീകരിക്കുന്നു, അത് മനസ്സിലാക്കി നോമ്പ് അനുഷ്ഠിക്കുന്നു. പുത്രൻ്റെ രക്ഷണ്യ വേലയെ നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 50 ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ പറ്റി നോയമ്പില്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ 13 ദിവസം നാം അനുഷ്ഠിക്കുന്ന ഇപ്പോഴത്തെ ഈ നോമ്പ് പരിശുദ്ധാത്മാവിൻ്റെ നോയമ്പാണ്. പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞ ശേഷം ഉടൻ തന്നെ ആരംഭിക്കുന്ന നോമ്പാണിത്. അതുകൊണ്ടാണ് ഞാൻ യേശു തമ്പുരാൻ്റെ, നമ്മുടെ കർത്താവിൻ്റെ നോമ്പിനെ പറ്റി ഇവിടെ വേദഭാഗം വായിച്ചത്. നമ്മുടെ കർത്താവ് യോർദാൻ നദിയിൽ സ്നാനമേറ്റു. അവൻ്റെ പരസ്യ ശുശ്രൂഷയുടെ നാന്ദിയായി ആദ്യം ചെയ്തത് യോർദാൻ നദിയിൽ യോഹന്നാനാൽ സ്നാനമേറ്റു. സ്നാനമേറ്റപ്പോൾ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ ഇറങ്ങി വസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ
ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്ന തന്നെ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് പറഞ്ഞാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് എന്ത് ചെയ്തു? ഈ പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ അവൻ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം, ജ്വലനമുണ്ടായി കഴിഞ്ഞാൽ, ആ ആളിൽ ആദ്യമേ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ലക്ഷണം അവൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചപ്പോൾ അവൻ 40 ദിവസത്തേക്ക് എവിടെ പോകുന്നു? മരുഭൂമിയിലേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ച് ഉപവസിക്കുകയാണ്. അതേ പ്രകാരം തന്നെ സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് പെന്തിക്കോസ്തിയിൽ ഇറങ്ങിയപ്പോൾ ആ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം അവർ ഉപവാസം ആരംഭിക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. കർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ അവൻ ഉപവസിക്കാൻ പോയി. പരിശുദ്ധ സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചപ്പോൾ അവരും ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും പോകുന്നു. ഇതാണ് ഈ വേദപുസ്തക തെളിവുകളായിട്ട് നമുക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ നോമ്പാണ്. സ്ലീഹ നോമ്പെന്ന് പറയുന്നത് കേവലം സ്ലീഹന്മാരെ ഓർക്കുന്ന നോമ്പ് മാത്രമല്ല. അവരെ ഓർക്കണം, അത് കുഴപ്പമില്ല. പക്ഷേ അതിലുപരി ഇത് പരിശുദ്ധാത്മാവിൻ്റെ നോയമ്പാണ് എന്ന് പ്രത്യേകം നാം ഓർക്കുക. അതുപോലെ തന്നെ യേശുക്രിസ്തു എന്തിനാണ് ഉപവസിച്ചത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു എന്തിന് നോമ്പനുഷ്ഠിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു? മരുഭൂമിയിലേക്ക് പോയി. തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പാണത്. അവിടെ മരുഭൂമിയിൽ പോയി സാത്താനുമായിട്ട് ദ്വന്ദ്വ യുദ്ധം നടത്തി സാത്താനെ തോൽപ്പിച്ച് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവിൽ, തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ രക്ഷണ്യവേലയുടെ പ്രധാനപ്പെട്ട ഭാഗം ആരംഭിക്കുമ്പോൾ കർത്താവ് ഉപവസിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുന്നത്. 40 ദിവസം ഉപവസിച്ചു. അതേ പ്രകാരം തന്നെ ശ്ലീഹന്മാരും അവരവരുടെ ദേശങ്ങളിലേക്ക് അവർ രക്ഷണ്യവേലയ്ക്കായി അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് പോകുമ്പോൾ അവരാദ്യമേ ഉപവാസം നടത്തി പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ വായിക്കുക. അതുപോലെ തന്നെ മിഷണറിമാരെ നിയമിക്കുമ്പോൾ ഓരോരുത്തരത്തേക്ക് മിഷണറിമാരെ നിയമിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ശൗലിനെയും ബർന്നബാസിനെയും സുവിശേഷ വേലയ്ക്കായി നിയമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ സഭകളിലേക്ക് മൂപ്പന്മാരെ അധ്യക്ഷന്മാരായി നിയമിക്കുമ്പോൾ ശ്ലീഹന്മാർ പ്രത്യേകം പ്രാർത്ഥിച്ച് ഉപവസിച്ചിട്ടാണ് അത് ചെയ്തിരുന്നത്. ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവനാമത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനായി തുടക്കം കുറിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും പോവുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഞാലിയാകുഴിയിലുണ്ടായിരുന്ന ഞങ്ങളുടെയൊക്കെ ഗുരുവായിരുന്ന അഭിമന്യ ഗീവർഗീസ് മാർ ഇവാനിയസ് തിരുമേനിയെ പറ്റി ഓർക്കുകയാണ്. തിരുമേനി ഒരാൾക്ക് പട്ടം കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ പട്ടം കൊടയുടെ ഒരു 40 ദിവസം മുമ്പ് അദ്ദേഹം അതിനുവേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും ഉപവാസവും ആരംഭിക്കും. ഒരു വിവാഹം നടത്തണമെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും ഉപവാസവും കഴിച്ചിട്ടേ വിവാഹം കഴിപ്പിക്കത്തുള്ളൂ. വിശുദ്ധ ബലി അർപ്പിക്കാതെ അദ്ദേഹം ഒരു വിവാഹവും നടത്തിയിരുന്നില്ല. അത്രമാത്രം തയ്യാറെടുപ്പുകൾ അതിനുണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം, ഒരു നല്ല കാര്യത്തിനായി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വഴിത്തിരിവിൽ നാം എത്തി നിൽക്കുമ്പോൾ അവിടെ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ഉപവസിക്കുക എന്നുള്ളത് സഭയുടെ പാരമ്പര്യമാണ്. പിതാക്കന്മാരെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൻ്റെ പല വഴിത്തിരിവുകളിലും നമുക്ക് ഏറ്റവും ഊർജം പകരേണ്ടത് നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവുമാണ്. ഒരു കുട്ടിയെ വിദ്യാഭ്യാസത്തിനിരുത്തുമ്പോൾ ഏറ്റവും നല്ല സ്കൂൾ ഏതാണ്, ഏറ്റവും ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നതൊക്കെ സ്ഥലം ഏതാണെന്നൊക്കെ തിരക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ കുഞ്ഞിനെ പ്രാർത്ഥിച്ചൊരുക്കിയാണോ വിടുന്നത് എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. മാതാപിതാക്കൾ ഒരു 3 ദിവസമെങ്കിലും ആ കുഞ്ഞിന് വേണ്ടി ഉപവസിച്ചിട്ടാണോ അല്ലെങ്കിൽ കുറേ പ്രാർത്ഥനകളും നോമ്പും നടത്തിയിട്ടാണോ വിടുന്നതെന്ന് ഓർക്കുക. 2, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി വിവാഹത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ പോയി വിവാഹം നടത്തുന്നതുകൊണ്ട് എത്രയോ വിവാഹങ്ങളാണ് ഇന്ന് അടികലശലിലും വിവാഹമോചനത്തിലും വേർപിരിയലിലുമൊക്കെ എത്തുന്നത്. നമുക്ക്
ആ വിവാഹത്തിന് മുമ്പുള്ള ഒരുക്കം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാൻ സാധിക്കുമോ? പലരും പലയിടത്തും പോകുമ്പോൾ ജോലി അവനവൻ്റെ കഴിവനുസരിച്ച് കിട്ടുമെന്നുള്ള ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് വേണം. അതുകൊണ്ട് ഒരു ജോലിക്കായിട്ട് നമ്മൾ തിരക്കി നടക്കുമ്പോൾ ഒരു ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ അതിനെ അന്വേഷിക്കുവാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ കുടുംബങ്ങളിൽ ഭവനങ്ങൾ പണിയാൻ തുടങ്ങുമ്പോൾ, ഒരു വീട് പണിയാൻ ആരംഭിക്കുമ്പോൾ ആ വീട്ടുകാർ ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവ ഉദ്ദേശം, ദൈവത്തിൻ്റെ ഇഷ്ടം ചോദിച്ചിട്ടാണോ തുടങ്ങുന്നത്? ഇതൊക്കെ കർത്താവിൻ്റെയും ശ്ലീഹന്മാരുടെയും ഈ ഉപവാസങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ, തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം ആരംഭിക്കുമ്പോൾ 40 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ശ്ലീഹന്മാർ തങ്ങളുടെ വേല ആരംഭിക്കുമ്പോൾ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഒരു പിന്തുടർച്ചയാണ് നമ്മൾ ഈ ശ്ലീഹാ നോമ്പിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവുകളിൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശരിയായ ഒരു നേതൃത്വം, ഒരു വഴി നടത്തൽ ഉണ്ടാകുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നോമ്പനുഷ്ഠിക്കണം. അതിനുള്ളൊരു പ്രേരകമായി ഈ ശ്ലീഹാ നോമ്പ് ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.